എന്നെ ഈ അൾത്താരയിൽ കയറ്റി നിർത്തിയ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മിനി. ഞാൻ പൊങ്ങ മാർസ്ലിവ പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഫെബ്രുവരിയിലാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അന്ന് എൻ്റെ ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടിരുന്നു. 26 വർഷമായി അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്നു. ആ ജോലി നഷ്ടപ്പെട്ട് ഞങ്ങൾ ആകെ വിഷമിച്ചിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ കൂട്ടുകാരിയായിട്ടാണ് വന്നത്. ആ ഉടമ്പടിയുടെ അവൾ പറഞ്ഞ് ആ ഉടമ്പടി എടുത്ത അന്ന് തന്നെ അദ്ദേഹത്തിന് ആ ജോലി 2 ദിവസത്തേക്ക് വിളിച്ച് ആ ജോലി ഇപ്പോഴും എൻ്റെ ഭർത്താവ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ മകൻ +2 CBSE ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അവന് അഡ്മിഷൻ എങ്ങും കിട്ടുന്നില്ലായിരുന്നു. അത് മാതാവ്, ഞാൻ പ്രൈവറ്റായിട്ടൊക്കെ നോക്കാൻ എല്ലാവരും പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് മാതാവ് തരും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അമ്മ എനിക്ക് അവൻ ആഗ്രഹിച്ച വിഷയം തന്നെ അഡ്മിഷൻ തന്നു. പിന്നെ എൻ്റെ മകൻ എൻട്രൻസ് എക്സാം പാസ്സായി കഴിഞ്ഞ് അവന് അഡ്മിഷൻ എങ്ങും ആയില്ലായിരുന്നു. പിന്നെ ഞാൻ ജപമാല റാലിയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഇവിടെ വരാൻ. എനിക്ക് ആരും കൂട്ടുണ്ടായിരുന്നില്ല. ഞാൻ തന്നെ വന്നു. മാതാവ് എന്നെ സംരക്ഷിച്ചു. അപ്പോൾ അവന് 2 എന്നുള്ള ഡേറ്റ് എനിക്ക് കാണിച്ചു തന്നു. നവംബർ 2-ാം തീയതി അവന് ഛത്തീസ്ഗഡിൽ BDSന് അഡ്മിഷൻ കിട്ടി. ഞാൻ 6ാമത്തെ പുതുക്കിൻ്റെ സമയത്ത് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഒരു പുതുക്കി വീട്ടിൽ കുറേ നേരം കഴിഞ്ഞ് 6 മണിയായപ്പോൾ നോക്കുമ്പോൾ മാതാവ് എൻ്റെ വീടിൻ്റെ ഗേറ്റിൽ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എഴുന്നേറ്റ് പോയി. ആ മാതാവിൻ്റെ അടുക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേങ്കിൽ പിന്നെ എപ്പോഴും എൻ്റെ വിഷമങ്ങളിലെല്ലാം മാതാവ് എന്നെ സഹായിക്കുന്നു. ഉടമ്പടി ജീവിതത്തിൽ എനിക്കധികം ദേഷ്യം ഉണ്ടായിരുന്നു. അതെല്ലാം മാറി. ഇപ്പം കുറേശ്ശെ ഞാൻ അത്രയും ദേഷ്യമൊക്കെ കുറച്ചിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ, യൂട്യൂബിലെ സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. പത്രം വാങ്ങിച്ച ഓട്ടോ സ്റ്റാൻഡ്, മെഡിക്കൽ കോളേജ്, കടകൾ എല്ലായിടത്തും കൊടുക്കാറുണ്ട്. അനാഥരൊക്കെ വസ്ത്രം വാങ്ങിച്ച് നൽകാറുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം പകുതി കൊടുക്കാറുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എപ്പോഴും എനിക്ക് തരുന്ന സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇതാണ് എൻ്റെ സാക്ഷ്യം. എന്നെ ഇവിടെ നിർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയും. കീർത്തനങ്ങൾ 62:1. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. മിനി തോമസ് എന്ന ഈ സഹോദരി മകനും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. സഹോദരി ആദ്യം സൂചിപ്പിച്ചത് 26 വർഷമായി വിദേശത്ത് ജോലി ഉണ്ടായിരുന്ന ജീവിത പങ്കാളിക്ക് ജോലി നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് ഇവിടെ വന്ന മറ്റൊരു സുഹൃത്തുമായി എത്തി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത ആ ദിവസം തന്നെ തിരികെ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള വഴികൾ തുറക്കുകയും പിന്നീട് ഇന്ന് വരെ യാതൊരു ക്ലേശവുമില്ലാതെ വിദേശത്ത് ജോലി ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് സുസ്ഥിതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബജീവിതം വല്ലാത്തൊരു പ്രതിസന്ധിയിലും സാമ്പത്തികമായ ഞെരുക്കത്തിലേക്കും തള്ളി വീണപ്പെടുന്നു എന്ന് കരുതിയ നാളുകളിലാണ് ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക. പരിശുദ്ധമ്മ മാതാവ് ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്ത് വേഗത്തിൽ ജോലി നൽകി ആ ഒരു ഉണ്ടായ ഉലച്ചിൽ മുഴുവനും മാറ്റി കുടുംബത്തെ സ്റ്റേബിളാക്കിയതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. മറ്റൊന്ന്, ഒരു മകൻ പഠിക്കുവാനേറെ പ്രയാസമുള്ള മകനായിരുന്നു. SSLCക്ക് നന്നായി വിജയിക്കുമോ എന്ന് പോലും പ്രയാസപ്പെട്ടിരുന്ന നാളുകളിൽ അമ്മയുടെ ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്തതിലൂടെ നല്ല വിജയം ലഭിച്ചതിനെ മകൾ സാക്ഷ്യപ്പെടുത്തി. അതോടൊപ്പം തന്നെ കൂടെയുള്ള മകൻ അത് എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ട് എങ്ങും പ്രവേശനമൊന്നും ശരിയാവാതെ നിന്നിരുന്ന നാളുകളിലാണ് ഇവിടെ വന്ന അമ്മ ഉടമ്പടി പുതുക്കുകയും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വളരെ പ്രത്യേകമായിട്ട് നിയോഗം സമർപ്പിക്കുകയും അഖണ്ഡ ജപമാല റാലിയിൽ പങ്കുചേരുകയും ചെയ്യുക. അന്ന് അമ്മയ്ക്ക് കിട്ടിയ ഒരു അക്കമാണ് 2 എന്നുള്ളത്. അതെപ്പോഴും ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയാണ്. ഉടമ്പടിയിൽ സ്ഥിരതയോടെ നിലനിൽക്കുകയും വിശ്വസ്തയോടെ ജീവിക്കുകയും ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിയോഗങ്ങൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും പോകേണ്ട വഴികൾക്കുള്ള കൃത്യമായ സൂചനകളും അമ്മ മാതാവ് കൈമാറിക്കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ വ്യക്തികളിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ചില വാക്കുകളിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ചില നിർദ്ദേശങ്ങൾ മറ്റു ചില സാഹചര്യങ്ങളിലൂടെ നൽകിക്കൊണ്ടായിരിക്കും. അത് അമ്മ മാതാവ് സമയത്തിന്മേൽ അധികാരമുള്ള അമ്മയുടെ പ്രത്യേകമായ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അനുവദിച്ച് നൽകുന്ന ഒരു ഔദാര്യമാണ്.
മകൾ അതുതന്നെയാണ് കാണുന്നത്. 2 എന്നൊരക്കം കണ്ടു. ലഭിച്ചത് എന്തെന്ന് നന്നായി മനസ്സിലായില്ലെങ്കിൽ കൂടിയും അമ്മയുടെ സംരക്ഷണയിൽ സമർപ്പിച്ച് 2 എന്നത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്താണ് വെളിപ്പെടുത്തുവാനുള്ളത്, അമ്മ വഴി ഈശോ വെളിപ്പെടുത്തുന്നതിനും എന്താണോ കൃപയായി തരേണ്ടത് അത് അനുഗ്രഹമായി ഭവിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതാണ് പിന്നീട് അമ്മ സൂചിപ്പിക്കുക. നവംബർ 2-ാം തീയതി BDSന് അഡ്മിഷൻ കിട്ടി. മകനിപ്പോൾ പഠനം തുടരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഈ കുടുംബത്തിൻ്റെ ഈ സാക്ഷ്യത്തിൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കുക. അവിചാരിതമായി ഉണ്ടാവുന്ന ജീവിത പ്രതിസന്ധിയിൽ പെട്ടെന്ന് പരിഹരിച്ചു തരുവാൻ പ്രത്യക്ഷീകരണ മാതാവ് നമ്മളെ സഹായിക്കും, നമ്മുടെ കരം പിടിക്കും. അതോടൊപ്പം ഏതെങ്കിലും ഒരു നിയോഗം ഗൗരവത്തിൽ സമർപ്പിച്ച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അതിന് വ്യക്തമായ ദിശാബോധമുള്ള ഉത്തരം നൽകുവാൻ അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവും. മകൻ്റെ BDS പ്രവേശനം നമുക്കതാണ് കാട്ടിത്തരുന്ന സൂചനയും സാന്നിധ്യം കൊണ്ട്, സന്ദേശം കൊണ്ട്, നിരന്തരമായ സഹായം കൊണ്ട് കൂടെയുള്ള ഒരമ്മയുടെ സന്നിധിയിലാണ് നാം ഓരോരുത്തരും കൃപാസനത്തിൽ പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി നമ്മളെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.